إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി നേരിൻ്റെ ഹിദായത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ചറബ് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകിയ വലിയ ഒരു ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം, വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫുള്ളവരാകരുത്, ധൂർത്തന്മാരാകരുത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ അവതരിച്ച, മനസ്സിലാക്കിയ ഒരു വിഷയമായിരുന്നു ഇസ്രാഫ്. പല മേഖലകളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഈ അപകടം കടന്നു വരും. വലാ തുസ്രിഫു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ആരാണോ ജീവിതത്തിൽ ഇസ്രാഫ് കാണിക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ പിന്നാലെയാണ്. അതിൻ്റെ അതിക്രമണത്തിലാണ് നമ്മളെല്ലാം പെട്ടിരിക്കുന്നത്. വ്യാപകമായിട്ട് മീഡിയയിൽ നമ്മൾ കുടുങ്ങി നമ്മുടെ ജീവിതത്തെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്. നമ്മൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതത്തെ മീഡിയകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം,
എല്ലാ വിഷയത്തിലും എന്ന പോലെ ഇവിടെയും നമ്മൾ പരിധി വിട്ടുകൊണ്ടുള്ള ഉപയോഗം അത് നമ്മുടെ ജീവിതത്തിൽ ആപത്താണ്. ഒരുപാട് നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതമായ ഈ മീഡിയ ഉപയോഗം ഒരുപാട് അപകടങ്ങൾ, നഷ്ടങ്ങൾ, നമ്മുടെ സമയം, നമ്മുടെ ചിന്തകൾ, അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ബന്ധങ്ങൾ. ഇന്ന് പരസ്പരം സംസാരിക്കാനും സ്നേഹിക്കാനും ഒന്നും സമയമില്ല. നല്ല കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ നമുക്ക് സമയമില്ല. അവിടെയാണ് ഖുർആനിന്റെ ഈ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്യാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം, പക്ഷേ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഒരിക്കലും നിങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. ഏതൊരു കാര്യത്തിലും അമിതമായാൽ അത്തരം കാര്യങ്ങളും അത്തരം ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമല്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ മക്കളുടെ വിഷയത്തിലാണ്. അവരുടെ പഠനശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, അവരുടെ അറിവുകൾ കുറഞ്ഞു വരുന്നു. ആദ്യമുണ്ടായിരുന്ന മാർക്കുകൾ, ഗ്രേഡുകൾ ഇന്ന് മക്കൾക്ക് ലഭിക്കുന്നില്ല പാഠശാലകളിൽ നിന്ന്. അതുപോലെ തന്നെയാണ് അനുസരണയില്ലാത്ത മക്കള് വ്യാപകമായിട്ട് ഇന്ന് വീടുകളിൽ വളരുകയാണ്. ഉമ്മയോട് അനുസരണയില്ല, വാപ്പയോട് അനുസരണയില്ല. എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത്? എവിടെയാണ് പിഴവ് സംഭവിച്ചത്? എവിടെയാണ് നമ്മുടെ മക്കൾ നാശത്തിലേക്ക് പോകാനുള്ള കാരണം? നമ്മൾ പരിശോധിക്കണം. അവർ മുഴുവൻ സമയങ്ങളും സ്കൂൾ വിട്ടു വന്നാൽ അവർ ഗെയിമുകളിലാണ്, മൊബൈൽ ഫോണിൽ ഗെയിമുകൾ കളിച്ചിരിക്കുകയാണ്, റീലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടിക്ടോക്കുകൾ കണ്ടുകൊണ്ടവർ ആസ്വദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ നമ്മൾ വലിയൊരു ആപത്തിലേക്കാണ് അഴിച്ചുവിടുന്നത്. അവരുടെ ചിന്താശേഷി, ചിന്തിക്കാനുള്ളൊരു കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് ചോദിച്ചത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്. ഇത്തരം അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ നമ്മുടെ മക്കളുടെ ചിന്താശേഷികൾ നഷ്ടപ്പെടുകയാണ്. അവരുടെ നല്ല നല്ല ഭാവികളും സ്വപ്നങ്ങളും എല്ലാം തകരുകയാണ്. ഇവിടെ മാതാപിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടെ കീഴിലുള്ള ആളുകൾക്ക് മേൽ ഉത്തരവാദിത്തമുണ്ട്, മേൽനോട്ടമുണ്ട്. ആ മേൽനോട്ടത്തെ കുറിച്ച് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദ്യം ചെയ്യും. അതിന് നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കീഴിലുള്ള ആളുകളുടെ മേൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ ഭംഗിയായി നിർവഹിക്കണമെന്നതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. എങ്കിൽ ചെറുപ്പത്തിലെ വളർന്ന് വലുതാകുന്ന ആ ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിൽ നിന്ന് പിടിച്ചു നടക്കാനും ഓടാനും ചാടാനും അങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ ഓരോ ഉമ്മക്കും ബാപ്പക്കും സാധിക്കണം. എപ്പോഴും അവരുടെ നേരെ നമ്മുടെ കണ്ണുകൾ ഉണ്ടാകണം, ഒരു ശ്രദ്ധയുണ്ടാകണം, ഒരു മേൽനോട്ടമുണ്ടാകണം മക്കളുടെ വിഷയത്തിൽ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധികാരിയായിരുന്ന സാഹചര്യത്തിൽ കാന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യതൂഫു ബില്ലൈലി ഫീ അസഖത്തിൽ മദീന. നഗരത്തിലൂടെ, പട്ടണത്തിലൂടെ രാത്രിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്, ജനങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ യതഫഖദു അഹ്വാലൻ നാസി വയർആ ശുഊനഹും ഫമറ ബിബൈത്തിൻ. അങ്ങനെ ജനങ്ങളുടെ ഓരോ വിവരങ്ങളും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു വീടിന്റെ സമീപത്ത് കൂടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. ആ സമയത്ത്
ആ വീടിന്റെ ഉള്ളിൽ നിന്ന് സമിഅ ഫീഹി അസ്വാത ബനാത്തിൻ സിഗാരിൻ യബ്കീൻ, ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം ആ ഖലീഫ കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ആ കുട്ടി എന്തോ വേദന അനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു പൈതലിന്റെ കരച്ചിലാണ്, ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായപ്പോ, ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി കാര്യം അന്വേഷിക്കുകയാണ്. അവിടെ ഉമ്മയുണ്ട്, ആ കുട്ടിയുടെ ഉമ്മ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാബാലു ഹൗലായി സിഖാരി യബ്കൂൻ, എന്തിനാണ് ഉമ്മ ഈ കുട്ടി കരയുന്നത്? എന്താണ് ഈ കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്? എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മയുടെ മറുപടി, യബ്കൂന മിനൽ ജൂഇ യാ അമീറൽ മുഅ്മിനീൻ വലൈസ ഇൻദനാ മാ നഅകുൽ. എന്റെ കുട്ടി കരയുന്നത് വിശപ്പ് സഹിക്കാൻ കഴിയാനിട്ടാണ്. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വിശന്നിട്ടാണ് കരയുന്നത്. ഞങ്ങൾക്ക് കഴിക്കാൻ ഇവിടെ ഭക്ഷണമില്ല അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞപ്പോ ഫബകാ ഉമർ ബുകാൻ ശദീദാ, ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ചെറിയ കരച്ചിലല്ല, ബുകാൻ ശദീദാ, തേങ്ങി തേങ്ങി കഠിനമായി ശക്തമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. വഅദ ഇലാ ബൈത്തുൽ മാൽ, അങ്ങനെ പ്രവാചകൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ബൈത്തുൽ മാലിലേക്ക് മടങ്ങുകയാണ്. ഫഹമല അദ്ദഖീഖ വസ്സമന അലാ ളഹ്രി, ഭക്ഷണത്തിന്റെ ചാക്ക് തന്റെ പുറത്തേക്ക് വെക്കുകയാണ്. ആ വീട്ടിലേക്ക് കൊടുക്കാൻ, ആ വീടിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി, ആ ചെറിയ കുട്ടിയുടെ കരച്ചിലുണ്ടല്ലോ ആ വേദന മാറ്റുന്നതിന് വേണ്ടി ഭക്ഷണത്തിന്റെ ചാക്ക് തന്റെ പുറത്തേക്ക് വെച്ചപ്പോ ഫഖാല ലഹു ഖാദിമു, ഉമർ റളിയല്ലാഹു അൻഹു സേവകൻ ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ദഅനി അഹ്മിൽഹു അൻക, ആ ചാക്ക് ഞാൻ എന്റെ പുറത്ത് വെക്കട്ടെ, ആ ഭക്ഷണ ചാക്ക് ഞാൻ എന്റെ പിരടിയിൽ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല ഉമർ കലിമത്തുൽ മശ്ഹൂറ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് ചോദിക്കുകയാണ്. ആ സേവകനോട് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി എന്താണെന്ന് അറിയുമോ? അതഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമ, എന്റെ ജീവിതത്തിലെ പാപഭാരമുണ്ടല്ലോ ആ പാപഭാരം നീ വഹിക്കുമോ? നാളെ പരലോകത്ത് വരുമ്പോ എന്റെ മുതുകിലുള്ള എന്റെ പാപഭാരം അത് നീ നിന്റെ മുതുകിൽ വെക്കുമോ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്റെ പുറത്ത് ഭക്ഷണത്തിന്റെ ചാക്കം വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പോയി. സുമ്മ തഅമൽ ഉസറബിയദി ഫബഖിയ ഇൻദഹും ഹത്താ ലഹിഖു സുമ്മ ഖാൽ, അങ്ങനെ ഭക്ഷണം കൊടുത്ത് ആ കുട്ടിയുടെ വിശപ്പ് മാറിയപ്പോ ആ കുട്ടി ചിരിക്കുന്നത് കണ്ടപ്പോ സുമ്മ ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻദമാ ലഹിഖു റഹിമനി റബ്ബി, ആ കുട്ടിയുടെ കരച്ചിലാണ് അല്ലാഹുവിന്റെ റഹ്മത്തുള്ളത്, അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ചരിത്രം ഞാൻ എന്തിനാ ഇവിടെ വെച്ചത്? ഈ ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാരണം, മക്കളെ നമ്മൾ ശ്രദ്ധയില്ലാതെ വിടരുത്. ഏത് വിഷയത്തിലും, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാകട്ടെ, അവരുടെ ജീവിതത്തിന്റെ ക്രമങ്ങളിലാകട്ടെ, അവരുടെ ഭക്ഷണത്തിന്റെ വിശപ്പിന്റെ വിഷയത്തിലാകട്ടെ, മറ്റുള്ള ഏത് വിഷയങ്ങളിലും മാതാപിതാക്കൾക്ക് ഒരു ശ്രദ്ധ വേണം. കാരണം അവരുടെ മേൽനോട്ടം നമ്മുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല, അല്ലെ? മാത്രല്ല, കുട്ടികളുടെ വിഷയം മാത്രല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമാധാനം, സ്വസ്ഥത, സന്തോഷം എല്ലാം ആധുനിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി. എന്താ പ്രശ്നം? ഒരു വീടിന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ പിന്നെ അകലം സംഭവിച്ചു, ദൂരം സംഭവിച്ചു. ഒരു വീട്ടിലുള്ള ആളുകൾ അവർ ഒന്നിച്ചിരിക്കുന്നില്ല, അവർ അകന്ന് അപ്പുറത്തെ മുറിയിലും ഇപ്പുറത്തെ മുറിയിലും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് അവർ സ്ക്രീന് നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാ. പരസ്പരം മിണ്ടാൻ സമയമില്ല. അവർ അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ എന്തു സംഭവിച്ചു? സംസാരിക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമുക്കിടയിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അതിൽ അകൽച്ചകൾ സംഭവിച്ചു. മാനസികമായിട്ടൊരു ബന്ധമുണ്ട്, ഹൃദയവും അതല്ലെങ്കിൽ റൂഹും തമ്മിൽ കൈമാറപ്പെടുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഈ രൂപത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഖൈറുക്കും ലിഅഹ്ലി,
ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സംസാരമാണ്. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അവനാരാ? തന്റെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. മാതാപിതാക്കളോട്, തന്റെ ഇണയോട്, തന്റെ മക്കളോട്, തന്റെ വീട്ടിലുള്ളവരോട് മാന്യമായി നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമനായ ആള് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ അകലാൻ പാടില്ല. ബന്ധങ്ങൾ അകന്നാൽ, അള്ളാഹു ചേർത്തി തന്ന ബന്ധങ്ങൾ അകന്നാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ലഅനത്ത് നമ്മുടെ മേൽ സംഭവിക്കും. അള്ളാഹുവിന്റെ ലഅനത്ത് നമ്മുടെ മേലുണ്ടായാൽ എത്ര നമ്മൾ യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര റുക്കൂ ചെയ്തിട്ടും കാര്യമില്ല. എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. ഉഹുദ് മലയോളം സ്വർണം നമ്മൾ ദാനം ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ ലഅനത്ത് നമ്മുടെ മേൽ വന്ന് സംഭവിച്ചാൽ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ, മൊബൈൽ ഫോൺ കാണുമ്പോ അവിടെയെല്ലാം ഒരു മിതത്വം നമ്മൾ പാലിക്കണം, അല്ലെ? ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ, ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സമയങ്ങൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി സൗകര്യങ്ങൾ തയ്യാറാക്കണം. ഭക്ഷണം കഴിക്കുമ്പോ അവിടെയും ഇവിടെയും ഇരുന്നിട്ടല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അവിടെ റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്. ഒരു വീട്ടിന്റെ ഉള്ളിൽ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമസ്കരിക്കുമ്പോൾ ജമാഅത്തോടു കൂടി നമസ്കരിക്കണം. മാത്രമല്ല, ഒരു ഫ്രീ സമയം കിട്ടിയാൽ അത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ചെലവഴിക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്തരം ഫ്രീ സമയങ്ങളിൽ തിരക്കുകൾ പിടിച്ച ജോലികൾക്കിടയിൽ, യാത്രകൾക്കിടയിൽ, ജീവിതത്തിനിടക്ക് ഒരൽപ്പം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, അല്ലെ? നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് ആ രൂപത്തിൽ പങ്കിടാൻ സാധിച്ചാൽ അവിടെയാണ് സ്നേഹം ഉണ്ടാകുന്നത്. ഈ സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ കണ്ടാൽ സംസാരിക്കുന്നില്ല, ഒന്നിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. മക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എല്ലാ വിഷയത്തിലും. കാണണ്ട എന്നല്ല, ഇന്ന് മൊബൈൽ ഫോൺ കാണണ്ട എന്ന് പറയാൻ പറ്റൂല. കാരണം അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു വലിയ ഉപയോഗമുള്ള ഒരു വസ്തുവായിട്ട് മാറിയ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷേ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളർന്നു വരുമ്പോഴേ ഒരു സമയക്രമം, ഇന്ന സമയത്ത് കണ്ടോ, അതുപോലെ ഇന്നത് കണ്ടോ, ഇന്നത് കാണാൻ പാടില്ല, ആ രൂപത്തിൽ നല്ലതും മോശവുമായ കാര്യങ്ങൾ പറഞ്ഞു നല്ല രൂപത്തിൽ വളർത്താൻ സാധിച്ചാൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിലേ ഉള്ള ശീലം അത് വലുതാകുമ്പോഴും ഉണ്ടാകും. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കള് ഉമ്മയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഗർഭം ധരിച്ചത് മുതൽ ഉമ്മാന്റെ വയറിന്റെ ഉള്ളിൽ ഭദ്രമായ സ്ഥലത്ത് തന്റെ കുട്ടിയെ പോറ്റി വളർത്തിക്കൊണ്ടുവരികയാണ്. പ്രസവിച്ചു, തന്റെ മാറോട് ചേർത്തി പിടിച്ചുകൊണ്ട് തന്റെ കുട്ടികളെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മ ഒരു പിതാവിനേക്കാൾ, വാപ്പയേക്കാൾ കൂടുതൽ സമയവും മക്കള് ചെലവഴിക്കുന്നത് ഉമ്മയുടെ കൂടെയാണ്. അതുകൊണ്ട് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ പകർന്നു കൊടുത്ത്, പറഞ്ഞു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത് നല്ല മക്കളായി, നല്ല സ്വഭാവമുള്ള മക്കളായി, ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ള മക്കളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ലൊരു കുടുംബം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഇബാദത്തായിട്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം തകരാനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ്. അവിടെ നമ്മൾ ഇസ്റാഫ് കാണിക്കരുത്, അവിടെ ഒരു മിതത്വം ഉണ്ടാകണം എന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു വിഷയം ഇതുകൂടെ പറയാനുള്ളത്, നമുക്കറിയാം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. SIR നമ്മളെല്ലാം പൂരിപ്പിച്ചു കൊടുത്തു. ഒരാൾക്കും നമുക്ക് എന്ത് വേണ്ട, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല.
ആരൊക്കെയാണ് വോട്ടർ ലിസ്റ്റിൽ പേരുള്ളത് എന്ന് ആ ലിസ്റ്റ് വന്നാൽ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ പേരുണ്ടോ? ഇല്ല എങ്കിൽ ഉണ്ടാകാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ വോട്ട് ചെയ്യാതിരിക്കലാണ് നമ്മുടെ ശത്രുക്കളുടെ ആവശ്യം. അതിനുവേണ്ടി അവർ എന്തിനും അവർ തയ്യാറാകും. അതുകൊണ്ട് വോട്ടർമാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഇല്ല എങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു ക്രമം ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട് ഭരിക്കേണ്ട അധികാരിയെ തെരഞ്ഞെടുക്കേണ്ടവർ നമ്മളാണ്. ആരാകണം? നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും എല്ലാം അനുവാദം തരുന്ന ഇന്ത്യ രാജ്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിനൊക്കെ ഒരു സമ്മതവും അനുവാദവും അനുകൂലവും ഒക്കെ തരുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കണമേ എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സന്മനസ് നമുക്ക് നൽകട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിശ്വാസികളെ വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബ പറയുമ്പോൾ ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപം, വലിയ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പാതകം, ആ ശിർക്ക് ചെയ്ത് നമ്മൾ മരിച്ചാൽ നാളെ പരലോകത്ത് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന വേറെ ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളും എല്ലാം തകർന്ന് തരിപ്പടമായി പോകുന്ന ഒരു പ്രവർത്തനമാണ് ഷിർക്ക്. ഷിർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന് മാത്രം നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രം കൊടുക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, തൗഹീദ് റുബൂബിയ്യ, അല്ലേ? രക്ഷാകർത്തത്തിലുള്ള ഏകത്വം. അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ്. എന്നാൽ ആ തൗഹീദ് റുബൂബിയിൽ ശിർക്ക് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും. ഏതുപോലെ നാരിയ സ്വലാത്ത് എന്ന പേരിലുള്ള സ്വലാത്തുകൾ ഉമ്മമാര് ചൊല്ലാറുണ്ട്, ഉപ്പുമാര് ചൊല്ലാറുണ്ട്. അത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരും എന്നതൊക്കെ നാരിയ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ അത് അപകടകരമായ വഴികളാണ്. അതിലൂടെ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മത്തിലുമെല്ലാം ശിർക്ക് സംഭവിക്കുന്നു എന്ന് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് അസ്മാ വ സിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണങ്ങൾ. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. എത്രയാണ് അല്ലാഹുവിന്റെ നാമങ്ങളെന്ന് ഒരാൾക്കും അറിയില്ല എത്രയാണ് നാമങ്ങളെന്ന്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹ് നിന്റെ ലഹ്വുൽ മഹ്ഫൂദിൽ നീ മറച്ചു വെച്ചിട്ടുള്ള, ഒരാൾക്കും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത നിന്റെ സുന്ദരമായ നാമങ്ങളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ അല്ലാഹു പഠിപ്പിക്കാത്ത, പ്രവാചകന് പോലും അറിയാത്ത ഒരുപാട് നാമങ്ങളുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല ഖുർആൻ പഠിപ്പിച്ചു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, പ്രാർത്ഥന എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള മാർഗമാണ്. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോ അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയാണ് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ. നീ കരുണ കാണിക്കുന്നവനാണ്, അല്ലേ?
വഅൻത അർഹമുർ റഹീമീൻ, റഹ്മാനും റഹീമുമായ അല്ലാഹ് നീ എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടനടി നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും എന്നതാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള നാമങ്ങളാണ് അല്ലാഹു ബസീറാണ്, അല്ലാഹു സമീആണ്, അല്ലാഹു അലീമാണ്, അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു എല്ലാം അറിയുന്നവൻ. അല്ലേ? ഈ നാമഗുണ വിശേഷണങ്ങൾ മുഴുവനും ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ലോകത്തൊരാളുമില്ല, അല്ലാഹുവിനെ പോലെ ഒരാളും ലോകത്തില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ തുല്യനായിട്ട് ലോകത്തൊരാളുമില്ല. അല്ലാഹു കാണും പോലെ കാണാൻ ഒരാൾക്കും കഴിയില്ല, അല്ലാഹു കേൾക്കും പോലെ കേൾക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ലേ? അപ്പൊ അല്ലാഹുവിന്റെ കാഴ്ചയും അല്ലാഹുവിന്റെ കേൾവിയും അതിന് പരിധികളില്ല. നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്. പരിധിയില്ലാതെ കാര്യങ്ങൾ അറിയുന്നവൻ അത് രാജാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ നമ്മുടെ ചില ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസം എന്താ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽബകമെന്നോവർ. ഒരു ചില്ലും കുപ്പിന്റെ ഉള്ളിൽ ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ ആ വസ്തുവിനെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് പോലെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ കൽബകം കാണാൻ കഴിയും. എന്നിട്ട് വിളിക്കുക. ഈ വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും വിളിക്കുകയാണ്. വഴികേടിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടത്തി കിട്ടുവാൻ, ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ മൊയ്തീൻ ശൈഖ് കാക്കണേ എന്ന് വിളിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ വീടുകളിൽ. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതൊത്തീരം ചെയ്യും ഞാനെന്നോവർ. മഹാനവറുകളെ തന്നെ കുറിച്ച് പാടി പുകഴ്ത്തിയ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളാണിതെല്ലാം. എന്താ ഇതിന്റെ അപകടം? വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടെ വെച്ച് നിങ്ങൾ വിളിച്ചാലും നിങ്ങളുടെ വിളി ഞാൻ കേൾക്കുന്ന പറയുന്നത്. അതിനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? സമീആയ അല്ലാഹ്. അല്ലാഹുവിന്റെ നാമമാണ് സമീ. അല്ലാഹുവിന്റെ സിഫത്താണത്. എല്ലാം കേൾക്കുന്നവൻ, എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നവൻ അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനെ പോലെ ലോകത്തൊരാളുമില്ല, അല്ലാഹുവിനെ പോലെ ലോകത്തൊരാളുമില്ല, ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് ശിർക്കിന്റെ വരികളാണ്. ആ വിശ്വാസം ശിർക്കിന്റെ വിശ്വാസമാണ്. കുപ്പിയുടെ അകത്തുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെ നമ്മുടെ കൽബ് കാണാൻ ശൈഖ് അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അല്ലാഹു ബസീറാണ്. ആ ബസീർ എന്ന സിഫത്തിൽ നമ്മൾ പങ്കു ചേർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് കുഫർ, ശിർക്ക്, ബിദ്അത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ സിഫത്തുകൾ അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അത് വേറെ ആർക്കെങ്കിലും നമ്മൾ വകവെച്ച് കൊടുത്താൽ അവിടെ നമ്മളിൽ ശിർക്ക് സംഭവിക്കുന്നു. ശിർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മരിച്ചാൽ നമ്മൾ ഒരു നമസ്കാരം, ഒരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. നാളെ പരലോകത്ത് പരാജയപ്പെടുന്ന അവസ്ഥയായിരിക്കും. റസൂലുള്ളാഹിനോട് പോലും അല്ലാഹുവിന്റെ നിർദ്ദേശം, ലൈൻ അശറക്ത, നബിയെ നീ ശിർക്ക് ചെയ്താൽ ലൈൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകത്ത് നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു എങ്കിൽ പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. കുഫറിലേക്ക് പോയ, ശിർക്കിലേക്ക് പോയ, ബിദ്അത്തുകളിലേക്ക് പോയ ഉമ്മമാരെയും ഉപ്പമാരെയും കൈപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ സ്വർഗത്തിൽ കുടുംബത്തോടെ വരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവിൽ ഒരുമിച്ചതുപോലെ ഉമ്മയോടൊപ്പം, ഇണയോടൊപ്പം, മക്കളോടൊപ്പം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വരാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി
കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. സ്വർഗം നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹിദായത്ത് നൽകണേ അല്ലാ. മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ശിഫ കൊടുക്കണേ റഹ്മാനെ. ഇണകളിൽ നിന്ന്, തുണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ റഹ്മാനെ. ദുനിയാവിലും നാളെ പരലോകത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ റഹ്മാനെ. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല റഹ്മാനെ. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم ارحمهم. اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا من صلاتنا وصيامنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين.